ദിവസം സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റ പട്ടികയിൽ മന്ത്രി കെ മുരളീധരനെ തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്തതിന്റെ പേരിൽ ശ്യാം പ്രകാശിനെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ലെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത്. നിയമനം വിജിലൻസ് ക്ലിയറൻസ് ലഭിച്ച ശേഷമാണോ എന്നും ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു. അതേസമയം പട്ടികയ്ക്കെതിരായ പരാതികളുടെ അടിസ്ഥാനത്തിൽ 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്താനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റ പട്ടികയ്ക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടിയന്തര യോഗം ചേർന്നത്. പട്ടികയിൽ ആക്ഷേപമുള്ളവരും പരിഗണിക്കാതെ പോയവരും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി പരാതി എഴുതി നൽകി. ഇതിൽ 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്താനാണ് ബോർഡ് യോഗത്തിലെ തീരുമാനം. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്ത ശ്യാം പ്രകാശിന്റെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടതില്ലെന്ന നിലപാടിൽ തന്നെയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ തിരുത്തൽ നിർദ്ദേശം തള്ളി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ശ്യാം പ്രകാശിനെതിരെ നിലവിൽ ആരോപണങ്ങൾ ഇല്ലെന്നും SIT ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം ഒരാളെ മാറ്റി നിർത്താനാകില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. അയാൾക്കെതിരെ ഞങ്ങളുടെ ശ്രദ്ധയിൽ അയാൾക്കെതിരെ പ്രത്യേകിച്ച് ആരോപണമൊന്നുമില്ല. എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണല്ലോ. അയാളെ SIT ചോദ്യം ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടത്. SIT ഒരാളെ വിളിച്ച് ഇവിടെ എത്ര പേരെ ചോദ്യം ചെയ്തു? ഈ ഓഫീസ് പരിശോധിച്ചല്ലോ. ശ്യാം പ്രകാശിനെതിരെ പരാതി കിട്ടിയതുകൊണ്ടാണ് തിരുത്തൽ ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്തയച്ചതെന്ന് മന്ത്രി കെ മുരളീധരൻ ഇന്നും ആവർത്തിച്ചു. ഞാൻ ആ നേരത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ പിന്നെ ഒരു ഔദ്യോഗിക കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. കത്തിൽ പറഞ്ഞിട്ടുള്ള ഇത്രയേ ഉള്ളൂ: വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ, കേസുകളിൽ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നവരെ ഒരൗദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കരുത്. പക്ഷേ ദേവസ്വം ബോർഡിന് സ്വയംഭരണാധികാരമുണ്ട്. ഞാൻ പറഞ്ഞ് കേൾക്കണമെന്നില്ല. അങ്ങനെ കേട്ടില്ലെങ്കിൽ ഈ കൊള്ളയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഗവൺമെന്റിന് കണക്കാക്കേണ്ടി വരും. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായിരുന്ന ശ്യാം പ്രകാശിന് വള്ളിയംകാവ് ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായാണ് സ്ഥാനക്കയറ്റം നൽകിയത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഭേദഗതി വരുത്തിയ പുതിയ പട്ടിക ദേവസ്വം ബോർഡ് ഉടൻ പുറത്തിറക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.